എനിക്ക് മനസ്സിൽ ദുഃഖമുണ്ട്. ആ ദുഃഖം അറിയിക്കാനാണ് പ്രധാനമായും നമ്മളിവിടെ നിൽക്കുന്നത്. ആ ദുഃഖം അറിയിക്കാൻ അത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. കാരണം ഒരു കാര്യം ഉറപ്പാണ്, ഞാനൊരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ചത്. എനിക്ക് വലിയ പഠിക്കാനൊന്നും കഴിഞ്ഞില്ല. ഇപ്പോൾ ചില ആൾ പറഞ്ഞു അയാൾ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് കേട്ടാൽ എന്താണ്, ഒരു ചാനൽ ഞാൻ കേട്ടു, എന്തൊരു ഇംഗ്ലീഷാണ് ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് അദ്ദേഹത്തിൻ്റെ. പിന്നെ അദ്ദേഹത്തിന് അപാരമായ പാണ്ഡിത്യമുണ്ട് ഇംഗ്ലീഷിൽ. ഇന്ത്യൻ പാർലമെൻറ്റിൽ മലയാളത്തിൽ പോയി മനോഹരമായ പ്രസംഗിച്ച ആളാണ് ഞാൻ, കയ്യടി വാങ്ങിച്ച ആളാണ്. ഇംഗ്ലീഷിൽ തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം. എനിക്ക് തൽക്കാലം ചോദ്യം ചോദിക്കാനൊക്കെ എനിക്കറിയാം. കുറച്ച് ഇംഗ്ലീഷ് എനിക്കും അറിയാം. ഇന്ത്യൻ പാർലമെൻറ്റിലുള്ള സകല ആളുകളുമായിട്ട് ഞാൻ ബന്ധപ്പെടുന്നത് ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെയാണ്. അതൊക്കെ അറിയാവുന്നതാണ്. പിന്നെ സർട്ടിഫിക്കറ്റ് ഇവർക്ക് കൊണ്ടുപോയി യാതൊരായി കൊടുക്കണമെന്നാണ് ആണോ? ഇത് വളരെ മോശമായ കാര്യമാണ്. ജനങ്ങളോടുള്ള വെല്ലുവിളിയായത്. ഈ നാട്ടിലൊരു സാധാരണക്കാരൻ, ഒരു വോട്ടവകാശമുള്ള ഒരു പൗരന് ഈ നാട്ടിൽ ജനാധിപത്യത്തിൽ മത്സരിക്കാനുള്ള അവകാശമുള്ളപ്പം ആ അവകാശത്തെ പോലും കൊണ്ടുപോയി അവഹേളിച്ചുകൊണ്ട് ഇല്ലാതാക്കുന്നത്. എന്നെ അവഹേളിച്ചോ, അതിലെനിക്ക് വിഷമൂല സുഹൃത്തുക്കളെ. കാരണം എനിക്ക് അവഹേളനം ഒരു പ്രശ്നമല്ല. നിങ്ങൾ എത്ര അവഹേളിച്ചാലും ഞാനൊരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് ഏറ്റവും വലിയ ധൈര്യം എന്താ, എൻ്റെ പ്രസ്ഥാനത്തിന് കൂടെ, ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കൂടിയുള്ള ജനകൂടികൾ തന്നെയാണ്. അവർ നമ്മളെ തള്ളൂല. കാരണം എന്താ, ഇതുവരെ ഈ പറയുന്ന ഏതെങ്കിലും ഒരാളെ പറ്റി പറയും പോലെ എന്നെക്കുറിച്ച് ആർക്കെങ്കിലും ഒരാൾ കൈക്കൂലി വാങ്ങിയെന്നോ അനധികൃതമായി ചെയ്തെന്നോ ആർക്കും പറയാൻ കഴിയില്ലല്ലോ. വേറെയുള്ള കേസും പറയാൻ കഴിയില്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥിതിയിൽ എന്നെപ്പോലുള്ള ഒരാൾ, ഒരു സാധാരണ തൊഴിലാളി ആയി വന്ന ഒരാൾ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഒരധിക പറ്റാണ്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് സ്കോളർഷിപ്പുള്ള ആളായിരിക്കണം, ഇന്ന വിദേശത്ത് പഠനമുള്ള ആളായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് അത് ശരിയാണോ തെറ്റാണോ എന്ന് ഒന്ന് വിവരമുള്ളവർ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പത്രക്കാരെന്നെ, പത്രപ്രമാണിമാരെന്നെ ആലോചിച്ച് നോക്കൂ, അത് ശരിയാണോ? അതാണ് ഇപ്പോൾ വരുന്നൊരു പ്രചരണം. ഇത് ഈ നിങ്ങൾ പറയും പോലെ ഭാഷയിൽ ജ്ഞാനമില്ലാത്ത ഒരാൾ എന്തായാലും പാർലമെൻറ്റിൽ പോയിട്ട് ഈ തിരുവനന്തപുരത്ത് 40 മാസം കൊണ്ട് തിരുവനന്തപുരത്ത് കാണുന്നത് ഈ വലിയ 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 നേട്ടങ്ങൾ ഉണ്ടാക്കിയല്ലോ. മുൻപേജിൽ ഇടതുപക്ഷം അറിയുന്നില്ല എന്ന് ഭാവിച്ച പത്രക്കാരില്ലേ, ആ പത്രക്കാരുടെ പ്രധാനപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ അവിടെ റോഡുണ്ടാക്കാൻ 10 കോടി രൂപ ഞാൻ കൊണ്ടുവന്നല്ലോ. എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഞാനെടുത്ത് മോഷ്ടിച്ചു കൊണ്ടതാണോ? ഒരു പാർലമെൻറ്റ് മെമ്പർക്ക് അവിടെ ചെന്നാൽ ഏതെല്ലാം സ്ഥാനങ്ങളിൽ ബന്ധപ്പെട്ട കാശ് കിട്ടുന്ന ഗൃഹപാഠം നടത്തിയിട്ട് അതനുസരിച്ച് കാശ് വാങ്ങി നീട്ടിയെടുത്തിട്ട് കൊണ്ടതാ. അത് മറന്നു പോരുത്. അപ്പോൾ അപമാനിക്കാം, നിങ്ങൾക്ക് അപമാനിക്കാം. പക്ഷേ അപമാനിച്ചുകൊണ്ട് എന്നെ അവമാനിക്കാമെന്ന് ഞാൻ ധരിക്കുന്നില്ല. എന്നെ അവമാനിച്ചുകൊണ്ട് ഇടതുപക്ഷം ഇവിടെ ഇല്ലാതായിപ്പോൾ നിങ്ങൾ ധരിക്കണ്ട. എന്നെ അവമാനിച്ചാൽ ഇടതുപക്ഷം ഇവിടെ ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ഏത് അപമാനമായാലും ഒരു നീതിബോധത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട്, നീതിബോധത്തിൽ ഞാൻ നിലയുറപ്പിച്ചുകൊണ്ട് അതിനെല്ലാം തന്നെ സഹനശക്തി കൊണ്ട് ഞാൻ സഹിച്ച് നേരിടാം. വേറെ ഞാൻ അതിനൊന്നും പ്രതികരിച്ചൊന്നും പറയുന്നില്ല. കാരണം ഞാൻ ആരോടും ഒരു വഴക്കിനും വക്കാളത്തിനും പോകുന്ന ആളല്ല. പക്ഷേ എനിക്ക് വല്ലാത്ത വിഷമമുണ്ടായത് നിങ്ങളെ മുമ്പിൽ പറയാതിരിക്കുന്നത് ശരിയല്ല. കാരണം ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഇവിടെ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുക, ആ നിൽക്കുന്ന കാര്യം അറിഞ്ഞേ ഇല്ല നമ്മളെ പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഒരാളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അത് വളരെ മോശമായൊരു കാര്യമാണ്. അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ മറ്റൊരു സമയത്ത് പറയാൻ നേരമില്ല. ഉണ്ടാ ഇപ്പോൾ അത് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് നമ്മളെ പിന്നെ മന്ത്രി ശിവൻകുട്ടി സഖാവ് വിജയകുമാർ നമ്മളെ ചെയർമാനാണ്. സഖാവ് അനിലും പിന്നെ മാങ്കോട് രാധാകൃഷ്ണനുള്ള കൂട്ടത്തിൽ ഇതൊന്ന് പറയണം. അത് പറയാതിരുന്നാൽ അത് എൻ്റെ മനസ്സിൽ നിന്ന് ഒരു മായാത്തൊരു പാടായിരിക്കും. ആ പാട് മാറ്റാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളിത് ചെയ്തു എന്നല്ല, നിങ്ങൾ മറ്റുള്ളവരുടെ പ്രേരണയനുസരിച്ച് നിങ്ങൾ ചെയ്യാൻ ബാധ്യസ്ഥരായി. ഞാൻ പത്രപ്രവർത്തകന്മാരങ്ങനെ പറയുന്നില്ല, പ്രേരണയനുസരിച്ച് ചെയ്യാൻ ബാധ്യസ്ഥരായി. അത് അപകടകരമാണ് ജനാധിപത്യത്തിനെന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മളെ ജനാധിപത്യത്തെ ഈ നിലയിൽ പോയാൽ കേരളത്തിൻ്റെ തലസ്ഥാനത്ത് ഈ ജനാധിപത്യത്തെ പണാധിപത്യമാക്കി മാറ്റാനുള്ള ശ്രമം നടന്നാൽ ഇത് നടക്കുന്ന പണാധിപത്യം കൊണ്ട് വോട്ട് പിടിക്കുക മാത്രമല്ല, പണം കൊണ്ട് വാർത്തകൾ തമസ്കരിച്ച് ഒരു സ്ഥാനാർത്ഥി ഇല്ലാതാക്കി
ജയിച്ചു കളയാം എന്ന മോഹം തലസ്ഥാനത്ത് തുടങ്ങിയാൽ എന്തായിരിക്കും നമ്മളെ കേരളത്തിൻ്റെ സ്ഥിതി? കേരളം നമ്മുടെ രാജ്യത്തിൽ ആദ്യമായി ബാലറ്റ് പെട്ടിയിൽ കൂടി കമ്മ്യൂണിസ്റ്റുകാരൻ അധികാരത്തിൽ വന്നൊരു നാടായി കേരളം. നമ്മുടെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ ചരിത്രമെഴുതിയ നാടായി കേരളം. നമുക്കൊരുപാട് പാരമ്പര്യമുള്ള നാടാണ്. അതുകൊണ്ട് ആ ദുഃഖം ഇവിടെ അറിയിക്കുന്നു. പത്രക്കാരോട് എനിക്കൊരു ദുഃഖമൊന്നുമില്ല. നിങ്ങൾ ചെയ്തോളൂ. ഞാൻ ഈ പണം വാങ്ങി പണം കൊടുത്ത് വോട്ട് വാങ്ങുന്നതിനെക്കുറിച്ച് ഞാൻ അവരോട് പറഞ്ഞത്, നിങ്ങളൊരു കാര്യം ചെയ്യ്, എല്ലാവരും പൈസ വാങ്ങിക്കോ, പാവപ്പെട്ടവല്ല പൈസ വാങ്ങിക്കോ, പക്ഷെ വോട്ട് ചെയ്യുമ്പോൾ ഇടതുപക്ഷ മുന്നണിക്ക് ചെയ്താൽ മതി. ദൈവത്തിൽ വിശ്വാസമുള്ള ആളുകളാണെങ്കിൽ മുറി പോരാതെ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ദൈവമേ പെരുങ്കടന കയ്യിൽ നിന്നാണ് ഞാൻ കാശ് വാങ്ങുന്നത്, പക്ഷേ ഇത് ഇടതുപക്ഷ മുന്നണിക്ക് ഞാൻ വോട്ട് ചെയ്യും എന്നൊരു പ്രതിജ്ഞ എടുത്തിട്ട് നിങ്ങൾ വന്ന് വാങ്ങിക്കോ. അതിലൊന്നും തെറ്റില്ല. അതുകൊണ്ട് പത്രക്കാരോട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് മേലെ നിന്നുള്ള നിർദ്ദേശമാണെങ്കിൽ നിങ്ങൾ അതെങ്കിലും പറഞ്ഞുകൊണ്ട് നടപ്പിലായിക്കോ. പക്ഷെ ചെയ്തത് അനീതിയായിരുന്നു, അധാർമികതയായിരുന്നു, പത്രധർമ്മത്തിന് നിരക്കാത്തതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനെ ആവർത്തിക്കാതിരിക്കെങ്കിലും ചെയ്യണം എന്ന ഒരപേക്ഷയോടുകൂടി ഞാൻ നിർത്തട്ടെ. എനിക്ക് ഒരു പ്രശ്നവുമില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, എന്ത് വാർത്ത ഉണ്ടാക്കിയാലും പ്രശ്നമില്ല. പിന്നെ ചില ആളുകൾക്ക് 69 പേജുള്ള ഒരു ഇത് എന്താ പ്രവർത്തന റിപ്പോർട്ട് 69 പേജുള്ള, ആർക്കും എഴുതാനല്ലോ ഇത് ആർക്കും എഴുതാം. എന്താ കാരോട് ബൈപ്പാസ് പോയി റോഡ് ഞാനാ കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അത് തന്നെ എട്ടുകാലി ഒമ്പൂഞ്ഞിൻ്റെ ഭാഷയല്ലേ, അത് തന്നെയാണ് കാരോട് ബൈപ്പാസ് റോഡ്. എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ദയവ് ചെയ്ത് രാഷ്ട്രീയത്തിൽ കാണിക്കേണ്ട ധാർമ്മികത കാണിക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ജനങ്ങളിൽ. തൊഴിലാളികൾ പൂർണ്ണ വിശ്വാസമുണ്ട്, സാധാരണക്കാരിൽ വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരും ഇടത്തരക്കാരുമെല്ലാം നമ്മളോട് സ്നേഹമുള്ളവരാണ്. അവരെ പിൻബലം നമുക്കുണ്ട് എന്നുള്ള വലിയ ശക്തി നമ്മളെ ഊർജ്ജസ്വലരാക്കുന്നുണ്ടെന്നൊക്കെ കൂടി പറയട്ടെ.